ഇതുകൊണ്ട് തന്നെയാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് യാ മഅശറ തുജാർ, ബിസിനസ്സുകാരെ എന്ന് വിളിച്ചു. യാ മഅശറ തുജാർ, ബിസിനസ്സുകാരെ എന്ന് വിളിച്ചു. എന്നിട്ടോ എല്ലാവരും ശ്രദ്ധിച്ചു, ബിസിനസ്സുകാരൊക്കെ ശ്രദ്ധിച്ചു. പള്ളിയുടെ പരിസരത്തിൽ വെച്ചിട്ട് ബിസിനസ്സിനൊക്കെ പോകുന്നവരൊക്കെ കൂട്ടത്തോടുകൂടി അവിടെ നിൽക്കുകയായിരിക്കും. റസൂൽ കൂട്ടിച്ചേർത്തു എല്ലാവരും ശ്രദ്ധിക്കുന്നെന്ന് കണ്ടപ്പോൾ ഇന്ന തുജ്ജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറ, പരലോകത്തിൽ ബിസിനസ്സുകാരെ ഫാജിരീങ്ങളുടെ ഇനത്തിൽ പെടുത്തുന്നതാണ് റബ്ബ്. ഫാജിരീങ്ങൾ എന്ന് പറഞ്ഞാലോ തോന്നിവാസികളുടെ ലിസ്റ്റിൽ പെടുത്തും. ബിസിനസ്സുകാരെ പരലോകത്തിൽ തോന്നിവാസികളുടെ ലിസ്റ്റിൽ പെടുത്തും. റസൂൽ മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് ഇങ്ങനെ വലിയ വിളിയും വിളിച്ചിട്ട് പറയാണ് ബിസിനസ്സുകാരോട്. എല്ലാവരും പേടിച്ചു, പ്രയാസപ്പെട്ട് കേട്ടു വാർത്ത. റസൂൽ കൂട്ടിച്ചേർത്തു ഇല്ലാ മൻ ഇത്തഖാ വബറ വസദഖ, മുത്തഖിയായും കൊണ്ട് ബാറായും കൊണ്ട് സത്യസന്ധനായും കൊണ്ട് തട്ടിപ്പില്ലാത്ത വെട്ടിപ്പില്ലാത്ത അളവിലും തൂക്കത്തിലും കുറക്കലോ കൂട്ടലോ ഇല്ലാതെ വഞ്ചിക്കാതെ കള്ളസാക്ഷി പറയാതെ കള്ളസത്യം ചെയ്യാതെ ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ് ചെയ്തതായ മുത്തഖിയായ ബറായ സാദിഖായ മുസ്ലിമായ ആ പ്രകൃതി മതം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവനൊഴിച്ച് അവൻ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ്, അവൻ ഈനത്തിൽപ്പെട്ട ആളല്ല എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എത്ര വിശാലമായ അർത്ഥമാണ് റസൂലുള്ളാഹ്. ബിർറ് നന്മ അത് സൽസ്വഭാവമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ കേട്ടു, ആ നന്മയിൽപ്പെട്ടതാണ് ബിസിനസ് നന്നാവൽ വരേക്കും. ഒരു മനുഷ്യൻ്റെ ബിസിനസ് നന്നാവൽ നന്മയിൽപ്പെട്ടതാണ്. നമസ്കാരം നന്നാവൽ നന്മയിൽപ്പെട്ടതാണ്. ലൈസൽ ബിർറ അൻ തുവല്ലു ഉജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്, അള്ളാഹുൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുക. അപ്പോൾ സൽസ്വഭാവത്തിൻ്റെ ഹൃദയഭാഗമാണ് എന്ത്? ഒരു മനുഷ്യൻ സൽസ്വഭാവിയാണെങ്കിൽ എന്ത് വേണം? സൽസ്വഭാവത്തിൻ്റെ ഉടമയ്ക്ക് യോജിച്ചത് അല്ല, ഷിട്ടികൾക്കുള്ള അവകാശം അവൻ വീട്ടുന്നുണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവത്തിലൂടെ രാജാതിരാജനായ അർശിൻ്റെ ഉടമയായ ഷിട്ടാവിൻ്റെ ബാധ്യതയാകുന്ന ആ 5 വക്ത് നമസ്കരിക്കുക, ആ കൽപ്പനകൾ അനുസരിക്കുക, ആ ഖുർആൻ നടപ്പാക്കുക എന്നതിൽ വീഴ്ച വരുത്തുക എന്നത് സ്വഭാവിക്ക് തുല്യമല്ല, യോജിച്ചതല്ല.